നോമ്പായ പിന്നെ നമ്മൾ ചിക്കനും ബീഫും വെച്ചിട്ടേക്ക് എല്ലാ സ്നാക്സും തയ്യാറാക്കി എടുക്കല്. ഇന്ന് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഫ്രൈഡ് ചെമ്മീനാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുരുമുളക് പൊടി, കുറച്ച് മൈദപ്പൊടി, അതുപോലെ കുറച്ച് കോൺഫ്ലവറും ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുക. ഓരോ ചെമ്മീനിലേക്കും ഈ ഒരു കൂട്ട് പിടിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് മൈദ തിക്കായിട്ട് കലക്കിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ആ ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നമ്മൾ നല്ലപോലെ ആ ഒരു മൈദയിൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്തെടുക്കുകയാണ്. സിമ്പിളാണ്. ചെമ്മീനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു റെസിപ്പി അടിപൊളിയായിരിക്കും. ബ്രെഡ് ക്രംസിൽ നല്ലപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യുക, ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓയിലൊരു മീഡിയം ചൂടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ചെമ്മീൻ ഇട്ട് കൊടുക്കുക. അതായത് ചെമ്മീൻ വെന്ത് കിട്ടാനുള്ള സമയം കൂടി കൊടുക്കുക. ഉള്ളു നമ്മൾ വെന്ത് കിട്ടണം. അതുപോലെ ഉള്ളു നല്ല ജ്യൂസിയും പുറം നല്ല ക്രിസ്പി ആയിട്ട് വേണം നമ്മളിത് കോരിയെടുക്കാൻ. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. രണ്ട് ഭാഗവും നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ബാക്കി നമ്മളിതുപോലെ തന്നെ തീ നല്ലപോലെ കുറച്ചതിന് ശേഷം അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണാൻ മറക്കരുത്. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഞാൻ സോസും മയോണീസൊക്കെ വെച്ചിട്ട് പ്രൊഫഷണലേഴ്സ് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചാണ്. പക്ഷേ പാളിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ട് ഇത് കഴിക്കുമ്പോൾ മാത്രം, അതായത് അപ്പം ഉണ്ടാക്കി കഴിക്കുക എന്നല്ലാണ്ട് പിന്നെ തണിയാൻ വെക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.